വളരെ വളരെ നാളത്തെ നിയമ പോരാട്ടങ്ങൾക്കൊടുവിലാണ് ഞങ്ങൾക്കത് റിലീസ് ചെയ്യാൻ സാധിച്ചത്. അത് കഴിഞ്ഞ് കുറേ ടെക്നിക്കൽ ഇഷ്യൂസും കുറേ NOCകളുടെ ഡിലേയും കാരണം റിലീസ് ഡേറ്റ് കറക്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ട് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിച്ചില്ല. 24-ാം തീയതി വൈകുന്നേരത്തോമാണ് ഞങ്ങൾക്ക് ബാക്കിയെല്ലാം അറേഞ്ചായി വന്നത്. അപ്പോൾ 25-ാം തന്നെ റിലീസ് ചെയ്തപ്പോൾ തിയേറ്ററിലെ കുറവുകളുണ്ടായിരുന്നു. പിന്നെ എവിടെയൊക്കെ ഷോ നടക്കുന്നു എന്ന് ജനങ്ങളിലേക്കും എത്താൻ വളരെ വൈകി. ഇപ്പോൾ ഒരുവിധം പ്രേക്ഷകർക്ക് അറിഞ്ഞു തുടങ്ങി, എല്ലാവരും കയറി തുടങ്ങിയിട്ടുണ്ട്. വളരെ നല്ലൊരു മനോഹര ചിത്രം നിങ്ങളുടെ മുന്നിൽ ഇറക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. കുഴപ്പമില്ലാത്ത നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറഞ്ഞ് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് ഞങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കണമെങ്കിൽ ഇനി ഞങ്ങൾക്കിപ്പോൾ ഇത് നിങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ എല്ലാവരിലേക്കും എത്തുള്ളൂ. അപ്പോൾ തിയേറ്ററുകളിലെ കുറച്ച് കുറവുകളുണ്ട്. ഒരുപാട് നല്ല സിനിമകളും ഓടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളെ സിനിമ തെരഞ്ഞു പിടിച്ച് പോയി കാണണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം പല സ്റ്റേഷനുകളും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. വരും ദിവസങ്ങളിൽ ഇപ്പോൾ നല്ല സിനിമ എന്ന് അറിയപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഒരു 10 സ്റ്റേഷനുകൾ നിന്ന് കൂടിയുണ്ട്. അപ്പോൾ ഇന്നലെ മുതൽ കുറച്ച് ഷോസും കൂടിയുണ്ട്. ഇന്നും എക്സ്ട്രാ ഷോസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അടുത്തടുത്ത തിയേറ്ററുകളിൽ പോയി കണ്ട് സിനിമ വിജയിപ്പിക്കണം. കാരണം ഈ സിനിമ പുറത്തിറക്കാൻ ഞങ്ങൾ ഒരുപാട് നിയമ പോരാട്ടങ്ങളെല്ലാം മാധ്യമപ്രവർത്തകർക്ക് അറിയാം. ഞങ്ങൾ അത്രയ്ക്കധികം പരിധി നേടിയതാണ് ഈ സിനിമ. ഒരു കൊച്ചു സിനിമയാണ്, ഭയങ്കരമായിട്ട് അവകാശപ്പെടാനൊന്നും ഇല്ലാത്തൊരു ചെറിയ ലവ് സ്റ്റോറി. അതിൽ ഞങ്ങൾ ഒരു മെസ്സേജ്, ഒരു ആശയം പങ്കുവെക്കുന്നത് അതിനോടുള്ള എതിർപ്പായിരുന്നു. ഇത് തടഞ്ഞു വെക്കാനും ഇത് ഇറങ്ങരുത് എന്ന് ഒരു വിഭാഗം തീരുമാനിക്കപ്പെടാനുണ്ടായ കാരണം അത് ഇന്നത്തെ യുവതലമുറ ഇഷ്ടപ്പെടുന്നൊരു മെസ്സേജാണ്. ആ യുവതലമുറ ആ മെസ്സേജ് കാണരുത് എന്നായിരുന്നു ഇത് തടഞ്ഞു വെക്കപ്പെട്ടവരുടെ ഉള്ളിലെ ആവശ്യം. അപ്പോൾ നിങ്ങൾ അടുത്ത തിയേറ്ററുകളിൽ ഈ സിനിമ ഇപ്പോൾ പ്രദർശനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ വിജയകരമായി. അത് ഒന്നും കൂടി എല്ലാവരും പോയി കണ്ട് അതിൻ്റെ തക്കതായ വിജയത്തിലേക്ക് എത്തിക്കണമെന്ന് ഒരു അപേക്ഷിക്കുകയാണ്. ഞാൻ എൻ്റെ നായകൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, റഫീഖ് ഭായി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തലേന്ന് കുറച്ച് NOCയുടെ ഡിലേ ആണ്. നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സിൽ പോലും നമുക്ക് പടത്തിൻ്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽട്ടീസ് എത്തിക്കാൻ പറ്റിയില്ല. അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷേ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല വാട്ടർ. സോ ഇന്നലെ നമുക്ക് പറ്റുന്നത്ര തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റേഴ്സിനും പോയിരുന്നു. അവിടെ തന്നെ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 10 തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ വരെയുള്ള എല്ലാ പടത്തിൻ്റെ എഗ്രിമെൻറ്റ്സ്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്ത ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലുള്ള അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാ കാലത്തും റെലവൻ്റ് ആയൊരു മെസ്സേജ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത്. നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകന്റെയാണ് സിനിമ. നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്തും. സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വരാനുള്ള കാരണം. സോ എന്തായാലും വളരെ സന്തോഷം. Hello. I really hope that you all are enjoying the film. I was not in Kochi yesterday. But I've seen Shane visiting theatres and people have been responding really well. I'm really happy. This is my first love story and people are positively responding to it. So we really hope that over the weekend more and more people will come and watch Hal.
because they will spread honest reviews, and everyone has worked really, really hard on it. So it just feels very grateful and very overwhelming to see such a positive response from Malayalam people. Thank you. പറയാനുള്ള എല്ലാ കാര്യങ്ങളും റഫീഖ് ഭായും ഷെയ്നും നിഷാദൊക്കെ സംസാരിച്ചു. ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ സിനിമ അല്ലെങ്കിൽ ഓരോ കാലഘട്ടത്തിനും ഷെയ്ൻ ഉപയോഗിച്ച് അവർക്ക് കടമെടുക്കുന്ന റെലവൻ്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നതാണ് ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം അങ്ങനെ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി തടസ്സങ്ങൾ വരിക എന്നുള്ളത് അതും അതിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കോടതി വിധികൾ, അതിൻ്റെ ഒരു വ്യക്തമായിട്ട് റിലീസ് ഡേറ്റ് പരിധി നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ടീം, അതിൻ്റെ കറക്റ്റ് ഏത് സമയത്ത് ആര് കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ ആര് അപ്പീലും പോകും, ഈ അപ്പീലിൽ നമുക്ക് എങ്ങനെ നമ്മൾ തരണം ചെയ്യാം. വക്കീൽ ഓഫീസ് നമ്മൾ പണ്ട് ശരിയാണ് പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് പാലുകാച്ചൽ എന്ന് പറയുന്നതിന് അത്രയും ബുദ്ധിമുട്ടി ഇറക്കിയൊരു സിനിമയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും പ്രേക്ഷകൻ അറിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞാൽ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണത് പോസിറ്റീവാണോ നെഗറ്റീവാണോ ആ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കണ്ടെടുത്താൽ മതി വരും. പക്ഷെ ഇന്നലെ ഷെയ്നോടൊപ്പം പല തിയേറ്ററിലും പോയി കഴിഞ്ഞാൽ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പിന്നെ അവരെയൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ ചിരിച്ച് എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ ഷെയ്ന് ഉള്ള പ്ലസും മൈനസും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇടിച്ചു കയറി അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊന്നും വെച്ചാൽ അറിഞ്ഞൂടാ. വെച്ചാൽ കുമ്പളങ്ങി നൈറ്റ്സിലെ ബോണിയുടെ വേറൊരു പകർപ്പാണ്, ബോണിയല്ല ബോബി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നല്ല സിനിമ കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു 35 ഷോസൊക്കെ അഡീഷണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് എത്തിക്കാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയാലും പറ്റും. എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇന്ന് മുതൽ ഈ ആഴ്ച മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ കളക്ഷനിലോട്ട് കൂടുതൽ ഫുട്ഫോൾസിലോട്ട് മാറി ബാക്കിയുള്ള വിജയിച്ച സിനിമകളോടൊപ്പം തന്നെ നമ്മുടെ പടം കൂടി അന്ന് ഈ ക്രിസ്മസും ന്യൂ ഇയറും വളരെ ഹാപ്പിയായിട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കും പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഫസ്റ്റ് പടമാണ്. ഇപ്പോൾ നല്ല തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ വളരെ നല്ല റെസ്പോൺസസ് കിട്ടി, നല്ല സന്തോഷം തോന്നി. നല്ലൊരു റൊമാൻറ്റിക് എൻ്റർടൈനറാണ്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകൂ. എനിക്ക് അധികമൊന്നും പറയാനില്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. ഒരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നാണ് ഈ സിനിമ ഇന്നലെ റിലീസായതും. അപ്പോൾ തിയേറ്റർ വിസിറ്റിനൊക്കെ പോയപ്പോൾ തന്നെ അവിടെ ഇന്നലെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ കാര്യം, പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കാണിച്ചു തന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞത്, എന്നെ ഈ സിനിമയിൽ തിരഞ്ഞെടുത്തത് അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും കാണാത്തവർ സിനിമ കാണുക, കണ്ടവർ കാണാത്തവരോട് കാണാൻ പറയുക. അപ്പോൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നന്ദി, നമസ്കാരം. കാലയളവിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരു 3-3.5 മാസം ഡെയിലി കേസിനെ കുറിച്ച് അപ്ഡേറ്റ് ആ മാധ്യമ ശ്രദ്ധ അറിഞ്ഞു കൊണ്ടായിരിക്കാം നമുക്ക് നല്ലൊരു വിധി വന്നത്. ഇത്രയും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും പിടിച്ചു പറ്റിയ കേസാവുമ്പോൾ വിധി പറച്ചിലിനും കുറച്ച് നീതി കൂടാറുണ്ട്. ആ രീതിയിൽ സെൻസർ ബോർഡും കോടതി വിധിയും എല്ലാം ഒരുവിധം ഈ സിനിമയ്ക്ക് അനുകൂലമായത് വന്നത്. ഇതേമാതിരി എല്ലാ മാധ്യമങ്ങളും, ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ, മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള മീഡിയ വൺ, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് എല്ലാവരും ഒരുപാട് കട്ടൊക്കെ കൂടെ നിന്നിട്ടാണ് ഞങ്ങളെ വിജയത്തിലേക്ക്, ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന വിജയം അതിലേക്ക് പങ്കുവച്ചതും നയിച്ചതും. അവരെ എല്ലാവർക്കും അക്കമഴിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ എത്തിയിട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഇന്നലെ നടന്ന ഷോകൾ, പല ഷോകളും അറിയാതെ എത്തിപ്പെട്ടവരാണ്. അവരെല്ലാവരും പങ്കുവച്ച റിവ്യൂകൾ പ്രകാരമാണ് ഈ സിനിമ ഇപ്പോൾ നേടിയിട്ടുള്ള ഈ വിജയം. അപ്പം അതിനും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും പോയി കാണുക. തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ്സും ആ
സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ എലമെന്റ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായവും രേഖപ്പെടുത്താൻ അത് സിനിമയിലാണെങ്കിലും മാധ്യമത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പരിധി നേടിയൊരു സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്താണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക, അതിനെതിരെ സിനിമകൾ ചെയ്യുക, അതിനെതിരെ മാധ്യമപ്രവർത്തനം ചെയ്യുക എന്നതാണ് നമ്മളെല്ലാവരും കലയാണെങ്കിലും മാധ്യമപ്രവർത്തനത്തിൽ നമ്മളിതിൻ്റെ ബേസിക് ഇത് പഠിക്കുന്നത്. അപ്പോൾ ആ എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു ഇത് നമുക്ക് എന്തായാലും ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്ന് കാട്ടുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളമശ്ശേരിയിൽ ഒരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടി പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പേരുള്ള ആളുകളാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജെന്യൂനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ, അതായത് ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ആ കേസിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലുണ്ട്. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും സിനിമയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞ് 19 കട്ട് ചെയ്ത് കഴിഞ്ഞാലും A സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും A സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് A സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത്? അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത്, എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു. ജനങ്ങൾ സ്വീകരിക്കുകയോ ഇല്ല എന്നുള്ളത് അത് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ സ്വീകരിക്കും. അത്രേ പേടിയുണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. എൻ്റെ പേരാണ് പ്രശ്നം, അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. അതാണ് സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. ഒരു കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു. നമ്മളൊരു മതങ്ങളിൽ കൊള്ളുന്നു. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കേണ്ട ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിൻ്റെ പേര്, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിന് നമ്മൾ ഓക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇനി നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിൻ്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കണം നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അത് പറയുന്നത്? അത് ഓരോ സമൂഹത്തിനും, ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത്. അതായത് സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റ് നിന്നുകൊണ്ടിട്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ള ഒരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് റെലവെന്റ് ആണെന്ന് തന്നെ എനിക്ക് തോന്നുന്നു. ഇതിന്റെ സെറ്റിംഗ് അപ്പ് മാത്രമാണ്. ഇവരെ സ്നേഹിച്ച് ഒളിച്ചോടിയാൽ മാത്രം നടക്കുന്ന ഒരു കഥയാണ്, അല്ലെങ്കിൽ ഈ കഥ നടക്കില്ല. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ്, പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു, ലാസ്റ്റ് ഇത് എങ്ങനെ അവസാനിക്കുന്നതാണ് സിനിമ. വല്ലാത്തൊരു ക്ലൈമാക്സിലേക്ക് കൊണ്ടു നിർത്തിയത് കേട്ടപ്പോൾ അത് നിങ്ങളുടെ ഒരു കഴിവ് തന്നെയാണ്. സംവിധായകന്റെ കഴിവ് തന്നെയാണ്. അതെ, ഇതൊരു എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. നല്ലൊരു പ്രോഡക്റ്റിന് എല്ലാ മേഖലയും നല്ല രീതിയിൽ അവരുടെ ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നല്ലൊരു സിനിമ ഉണ്ടാവുള്ളൂ. എല്ലാവരുടെയും ബെസ്റ്റ് ഉണ്ട്. ഇന്നലെ സിനിമ കണ്ടായിരുന്നു, നല്ലൊരു സിനിമയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. താങ്ക് യു. ഈ പറഞ്ഞ പോലെ ഇത്രയും നിയമ പോരാട്ടം കഴിഞ്ഞിട്ട് വന്ന
പറഞ്ഞു കേൾക്കാം. ഇത്രയും നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞ് വന്നെങ്കിൽ പോലും ചിലപ്പോൾ പണ്ടത്തെ സിനിമ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ സമയത്തിന് ഇറങ്ങേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല സ്ഥലങ്ങളിൽ നടന്ന ആരാധനാലയങ്ങളിൽ നടന്ന പല കാര്യങ്ങളുണ്ട്. അത് കാണുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട്. അത് മാറ്റാൻ പറ്റത്തില്ല. അതിന്റെ പേര് അധികാരം ഉണ്ടെങ്കിൽ എന്തുമാകാം എന്നൊരു ഇതുകൂടി ഉണ്ട്. ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിനു ശേഷവും ഇത് ആളുകളുടെ റെസ്പോൺസ് ഉണ്ടാവുന്നില്ല. ചിലര് നല്ലത് പറയും, ചിലത് മോശം പറയും. സ്വാഭാവികമല്ലേ, എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾ ചെയ്യുന്നു, അത് ഇഷ്ടപ്പെട്ട പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിന് കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നോ എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക കണ്ടവരുടെ അഭിപ്രായങ്ങൾ. അപ്പോൾ അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അവരുടെ സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾക്കതൊരു ഞങ്ങളതിനെ പോസിറ്റീവായിട്ട് കാണും. പടം ഇറങ്ങിയിട്ടല്ലേ ഉള്ളൂ. എക്സെപ്റ്റ് ചെയ്തതിലിപ്പോൾ ഓരോ തിയേറ്ററിലും 4 ഷോ വെച്ചിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ഷോസ് ഒക്കെ വളരെ പോസിറ്റീവാണ്. ഇതിനിപ്പോൾ ഈ പഠനത്തിൻ്റെ ഈ വീക്കെൻഡിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. ആ പടത്തിനകത്ത് ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്, ഒരു സംശയമില്ല. പിന്നെ നമ്മൾ ചുറ്റുപാട് നടക്കുന്ന എല്ലാം നമ്മൾ നോക്കിയിട്ടുള്ള കലാകാരൻ ഒരിക്കലും സിനിമ എഴുതാനോ അല്ലെന്നുണ്ടെങ്കിൽ സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ പറ്റില്ല. കലാകാരൻ എന്ന് പറയുന്നത് ഏത് ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടീം, നേരത്തെ പറഞ്ഞതൊരു ടീം വർക്കാണ്. ഒരാൾ കഥ എഴുതുന്നു, അതിൻ്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം പല പല ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ കൂടി ചേർന്ന് അതിനെ എന്താ പറയുക ഒരു ടീമായി മാറി അത് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു, എത്തിക്കുമ്പോഴേക്കും എത്രയോ വിഭാഗം ആൾക്കാർ വർക്ക് ചെയ്യും. അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും അവൻ്റെ വിവേചന ബുദ്ധിയും അവൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അവൻ്റെ എന്താ പറയുക ഒരു പുള്ളി അതിൻ്റെ ഡിസൈഡിയാണ് പടം ഷൂട്ട് കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുള്ള ഏകദേശം കണ്ടിട്ടുള്ള എല്ലാ പേരും വളരെ പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു. ഈ സിനിമ കണ്ടു ഇത്രയും ചോദ്യം ചോദിച്ചിട്ട് സിനിമ കണ്ടില്ല എന്നാണ് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലായി ഈ സിനിമ ഉണ്ട്. അപ്പോൾ ചേട്ടാ ഈ പോക്ക് പോവാണെന്നുണ്ടെങ്കിൽ സിനിമയ്ക്ക് ഈ പറഞ്ഞ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ആരെങ്കിലും ഇലക്ഷനൊക്കെ കിടക്കില്ല. അടുത്ത വർഷം നിയമസഭയുണ്ട്, ഇതിന് മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണമല്ലേ. എന്തായാലും അടുത്ത വർഷം ആവുമ്പോഴേക്കും കുറെ കൂടി അപ്പൂപ്പന്മാർക്ക് ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് പപ്പാത്തിക്ക് കിട്ടി കിട്ടും. അത് എനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഗോവ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് രാത്രി കുർബാനയ്ക്ക് പോയി ഞാൻ കിട്ടി കിട്ടും. അതെനിക്ക് ഉറപ്പായി. ഇവിടെ കേരളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ നടക്കുക. പക്ഷേ അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട്. എന്തോ ചോദിക്കാൻ പിന്നെ ഇതിനൊക്കെ വലിയ വിമർശനം ഒക്കെ ചെയ്തിട്ട് ലെജൻഡാണ് ഇപ്പൊ നമുക്ക് പോയത്. ഷൈനേട്ടൻ ഇപ്പൊ ഇവിടെ എല്ലാ പാർട്ടികളെയും അടച്ചാക്ഷേപിച്ച് ചെയ്തൊരു സിനിമയുടെ സന്ദേശം 32 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ ട്രോളുകളാണ് പല മീഡിയക്കാരും നേരത്തെ യൂസ് ചെയ്യുന്നത്. എന്നായിരുന്നു ആ പടം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ എവിടേക്ക് എത്ര കട്ട് ഏതൊക്കെ റീലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നതിനെ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. സാറിന് ഞാൻ അമ്പലത്തിൽ കണ്ടുവന്ന് ശരിയായിട്ടും ചങ്ങരടിച്ചങ്ങോട്ട് ചോദിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കുന്നൊക്കെയാണെങ്കിൽ എന്തായിരുന്നതിനാ അല്ലെ. അത് ശരി മതി. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകള നിർദ്ദേശങ്ങളാണ്. അതിൽ അഡ്വക്കേറ്റ് ആദ്യം ബാധിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്കും ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്ത് 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിരുന്നത് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6നും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിന്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു.
ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തുവിടാവുന്നതാണ്. നമുക്ക് കോടതിയിൽ അവരെ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്തു. അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ്, കോടതി സമ്മതിച്ചത്. അപ്പൊ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്ക്, അത് ഞാൻ വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ ഉള്ളവർക്ക് മനസ്സിലാവും, അങ്ങനെ മാറ്റി. ഡോറ ബുജിനെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഗണപതി വട്ടം, അത് ചിദംബര വട്ടായി. ഈ ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല. ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. ഞങ്ങൾ മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇത് എടുത്തു കാണിച്ചിട്ടുള്ള സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുള്ള മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ? ആ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറിൽ പറയാൻ പറ്റില്ലെങ്കിൽ പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറഞ്ഞ്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർപ്രൈനറിൽ ഞങ്ങൾ 1-2 മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്. അല്ല, അങ്ങനെ ആ ബീഫിന്റെ സീന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് യാതൊരു പേടിയും തോന്നിയില്ല? പറഞ്ഞിരുന്നു നമ്മളെ ക്രൂ മെമ്പേഴ്സ് ഒക്കെ പറഞ്ഞത് പാസ്സാവില്ല, ബീഫ് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ രാഖി ബ്ലർ ചെയ്യാൻ ബ്ലർ ചെയ്തതൊന്നും ജീവിതത്തിൽ ആരും മാറ്റി പറ്റില്ല. എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുറച്ചു വായിക്കാൻ പറ്റും ഇല്ല. അപ്പൊ ബ്ലർ ചെയ്യാനോ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളവിടെ പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു ബോർഡിന്റെ തീരുമാനം നമ്മൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ച ചെയ്യും. അവര് തീരുമാനം എടുത്തിട്ട് അതൊരു തീരുമാനമാക്കിയതിനു ശേഷം നമ്മളെ അകത്തോട്ട് വിളിക്കുക ചെയ്യും. എന്നിട്ട് ആ തീരുമാനം നമ്മോട് വരും. അവർ പറഞ്ഞ തീരുമാനമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. ഇതിലത്തെ ഒരു റാപ്പിന്റെ വരികൾ മാറ്റാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മതവിഭാഗത്തെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ ആ പെൺകുട്ടി നായകന്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽപ്പെട്ടതല്ലേ, ആ സമുദായത്തിൽപ്പെട്ടവരുടെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇരിക്കാന്ന് വരെ അവരുടെ പെറ്റീഷനിലുണ്ട്. അല്ല, ഇനി ഇതൊരു ഈ സിനിമ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിൽ ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഇനി സെൻസറിന് ആര് കേസുമായിട്ട് പോയാലും ഇപ്പൊ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിധി ഹാലിന്റെ വിധിയാണ്. ഈ വിധി എടുത്തിട്ടായിരിക്കും ഇനി എല്ലാ സിനിമക്കും ഒരു റെഫറൻസ് ആയിട്ട് വെക്കാം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതിന്റെ അവസാനം വരെ പോയത്. ഇനി മറ്റേ ഈ വിധിയിൽ തന്നെ ഉണ്ട്, സെൻസർ ബോർഡിനാണ് ഒരു സിനിമക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം, സർട്ടിഫിക്കേഷന്റെ അവകാശം. U ആണോ A ആണോ 16+ ആണോ. പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേൽ കടന്നുകയറ്റമായി കാണരുത്. ഞങ്ങൾ കോടതിയുണ്ട് ഇവിടെ എന്നാണ് വിധിയിൽ എഴുതിയിട്ടുള്ളത്.